നമ്മുടെ ആത്മവിശ്വാസം പ്രധാനമായും രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മുടെ സ്ട്രെങ്ത്, മറ്റൊന്ന് വീക്ക്നെസ്, നമ്മുടെ കഴിവുകളും കുറവുകളും. ഇത് മനസ്സിലാക്കുന്നതിന് മൂന്ന് കാര്യങ്ങളെ ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്ന്, ആരാണ് നാം. മറ്റൊരു കാര്യം, നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇതിലേതെങ്കിലും ഒന്നായിട്ട് നമുക്ക് പറയാനാകും. ഇപ്പോൾ നാം പറഞ്ഞ 3 സെൻറ്റൻസുകളിൽ നിന്ന് ഓരോ വാക്കുകൾ എടുത്തുകൊണ്ടാണ് നാം നമ്മുടെ ഇംഗ്ലീഷ് പഠനം ആരംഭിക്കുന്നത്. ഒന്നാമത് പറഞ്ഞത് നാം എന്താണ് ചെയ്യുന്നത്. വാട്ട് ഡു ഐ ഡു, ഞാൻ എന്താണ് ചെയ്യുന്നത്. അതിലൊരു ഡു ഉണ്ട്. അതിൻ്റെ അർത്ഥം പ്രവർത്തിക്കുക എന്നാണ്. രണ്ടാമത് പറഞ്ഞത് ഹൂ ആം ഐ, ഞാൻ ആരാണ്. അതിലൊരു ആം ഉണ്ട്. ഈ ആമിൻ്റെ അതേ അർത്ഥത്തിൽ നമ്മൾ പറയാറുള്ളതാണ് ഈസും ആറും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഈ ഈസ്, ആം, ആറൊക്കെ ഉൾക്കൊള്ളുന്ന ബി എന്ന വാക്കാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അർത്ഥം ആയിരിക്കുക എന്നാണ്. മൂന്നാമത്തെ സെൻറ്റൻസ് വാട്ട് ഡു ഐ ഹാവ്, എനിക്ക് എന്തുണ്ട് അല്ലേ. അതിലൊരു ഹാവ് കിട്ടി നമുക്ക്. ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡു, ബി, ഹാവ് അല്ലേ. പ്രവർത്തിക്കുക, ആയിരിക്കുക, ഉണ്ടാവുക. നമ്മുടെ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ 3 ചോദ്യങ്ങളിൽ ഉൾക്കൊള്ളിക്കാം എന്നതുപോലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ 3 വാക്കുകളിലേക്ക് ഒതുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഡു, ബി, ഹാവ്. ഡു സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പ്രവൃത്തികളെയാണ്, ആക്ഷൻ എന്ന് പറയാം നമുക്കത്. ബി സൂചിപ്പിക്കുന്നത് ആരുടെയെങ്കിലും എന്തിൻ്റെയെങ്കിലുമൊക്കെ അവസ്ഥ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അതായത് സ്റ്റേറ്റ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മൂന്നാമത്തെ കാര്യം ഹാവ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഹാവ് സൂചിപ്പിക്കുന്നത് ഒരു പൊസഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പൊസിഷൻ അല്ല, പൊസഷൻ, അതായത് നമ്മൾ പൊസസ് ചെയ്തിരിക്കുന്ന കാര്യം. നമ്മൾ ദിവസവും ചെയ്യുന്ന ഒരുപാട് ഡൂകളുണ്ട്, പ്രവൃത്തികളുണ്ട്. ഇതെല്ലാം ഡൂ ആണ്. അഥവാ ഈ വാക്കുകളിലെല്ലാം ഓരോ ഡൂ ഉണ്ട്. പക്ഷേ നമുക്കിത് പ്രത്യക്ഷത്തിൽ കാണാനാവില്ല. ഉദാഹരണം പറഞ്ഞാൽ ഐ പ്ലേ ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. അതിലെ ഡൂ ഏതാണ്? അതിലെ ഡൂ പ്ലേ ആണ്. അതിനുള്ളിലൊരു ഡൂ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നമുക്കത് പുറത്തെടുക്കാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ബി ഇതുപോലുള്ള വാക്കുകളല്ല. ബിക്ക് തന്നെ ചില വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. അതായത് ഈസ്, ആം, ആർ ഒക്കെ പോലെ വേറെയുമുണ്ട്. നമുക്കത് പിന്നീട് പഠിക്കാം. അതുപോലെ തന്നെ ഹാവ്. ഇതെന്തിനാണ് ഇത്ര കൃത്യമായി വ്യക്തമായി വേർതിരിച്ച് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഠനം പലപ്പോഴും ഈ കാണുന്ന രീതിയിലാണ് നടക്കുന്നത്. ഈ രീതിയിൽ ഡു, ബി, ഹാവ് എല്ലാം ഒരുമിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകാതെ പോകുന്നു. അവിടെയാണ് ഇതെല്ലാം വേർതിരിച്ച് പഠിപ്പിക്കുന്ന നമ്മുടെ രീതി വ്യത്യസ്തമാകുന്നത്.